നമസ്കാരം. SCERT ഇന്ത്യൻ ചരിത്രം പഠിച്ചെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ തയ്യാറെടുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനുള്ള സമയമായി. ഇന്ന് നമ്മൾ 50 പ്രധാന ചോദ്യങ്ങൾ അടങ്ങിയ മെഗാ റിവിഷൻ എക്സാമാണ് നടത്തുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച 5 മുതൽ 10 വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സിൽ നിന്നുള്ള 50 ചോദ്യങ്ങൾ. അതിൽ 45 കൂടുതൽ മാർക്ക് നേടുന്നവർ കമൻറ്റിൽ നിങ്ങളുടെ സ്കോർ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഗൾ ഭരണാധികാരിയായ അക്ബറിനെ കുറിച്ച് ശരിയായവ ഏത്? അക്ബറിനെ കുറിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജാതി, മതം എന്നിവയ്ക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന സുൽഹ് ഇ കുൽ എന്ന നയം അദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹം ദിൻ ഇലാഹി എന്ന പേരിൽ ഒരു പുതിയ ദർശനം മുന്നോട്ട് വെച്ചു. ജിസിയ നികുതി പൂർണ്ണമായും നിർത്തലാക്കി. നമ്മുടെ ചോദ്യം എന്താണ്? അക്ബറിനെ പറ്റി ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ എഴുതി പോവാട്ടോ. എന്നിട്ട് ഞാൻ പറയുന്നത് വിശദീകരണം കേൾക്കുക. ഓക്കെ, അപ്പോൾ അക്ബർ മതസൗഹാർദ്ദം വളർത്താനായിട്ട് കൊണ്ടുവന്നതാണ് സുൽ ഇ കുൽ നയവും ദിൻ ഇലാഹി എന്ന ദർശനവും ഒക്കെ അല്ലേ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് താഴെ പറയുന്ന ജോഡികൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഹരിഹരൻ ബുക്കൻ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. കൃഷ്ണദേവരായർ തുളുവ വംശത്തിലെ പ്രമുഖ രാജാവ്. അമുക്തമാലത കൃഷ്ണദേവരായർ തെലുങ്കിൽ രചിച്ച ഗ്രന്ഥം. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ് അല്ലേ. 1336 ഹരിഹരനും ബുക്കനും വിജയനഗരം സ്ഥാപിച്ചത്. മുഗൾ കാലഘട്ടത്തിലെ മൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ശ്രദ്ധിക്കുക, എന്താണ് തെറ്റായിട്ടുള്ളതാണ്? അക്ബറാണ് ഈ സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത്. സാത്ത് സവാർ എന്നിങ്ങനെ 2 പദവികൾ ഇതിലുണ്ടായിരുന്നു. മൻസബ്ദാർ പദവി പൂർണ്ണമായും പാരമ്പര്യമായി ലഭിക്കുന്നതായിരുന്നു. സൈനികരെ നിലനിർത്തുന്നതിനും നികുതി പിരിവിനുമായാണ് ഇത് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിലേതാണ് തെറ്റായിട്ടുള്ളതെന്നാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ തെറ്റായിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് മൻസബ്ദാരി സമ്പ്രദായത്തിൽ പദവികൾ പാരമ്പര്യമായിരുന്നു അല്ല. ഭരണാധികാരിക്ക് ഏത് സമയവും ഇവരെ മാറ്റാനോ പദവി റദ്ദാക്കാനോ ഒക്കെ കഴിയുമായിരുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയും അവ നിർമ്മിച്ച മുഗൾ ഭരണാധികാരികളും തമ്മിൽ പൊരുത്തപ്പെടുക. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഫത്തേപൂർ സിക്രി, നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയേ. ഫത്തേപൂർ സിക്രി, ദെൻ ആഗ്ര കോട്ട, താജ്മഹൽ, കാബൂളി ബാഗ് പള്ളി. ഇതൊക്കെയാണ് ഷാജഹാൻ, അക്ബർ, ബാബർ. ഇതിൽ 2 അക്ബർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആൻസർ നോക്കിയേ, ഏത് വരും നോക്കിയേ. ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് നോക്കാം. ആദ്യം ഫത്തേപൂർ സിക്രി ആരുടേതാണ്? അക്ബറിൻ്റേതാണ്. ദെൻ തവിട് കോട്ട, ആഗ്ര കോട്ട ആരുടേതാണ്? അതും അക്ബറിൻ്റേതാണ്. താജ്മഹൽ ഷാജഹാൻ, കാബൂളി ബാഗ് പള്ളി വരുന്നത് ബാബറാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ബാബറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ വംശം സ്ഥാപിച്ചു. വെടിമരുന്നും പീരങ്കികളും ഇന്ത്യയിലെ യുദ്ധരംഗത്ത് വ്യാപകമായി ഉപയോഗിച്ച ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുസിക്കി ബാബറി. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ശരിയായത് ഏത്? 3 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശ സഞ്ചാരികളും അവർ വന്ന രാജ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുത്തുക. വിദേശ സഞ്ചാരി കേട്ടോ ആരാണ്? നിക്കോള കോണ്ടി, അബ്ദുൾ റസാഖ്, ഡൊമിംഗോ പയസ്. അപ്പം പേർഷ്യ, ഇറ്റലി, പോർച്ചുഗൽ. ഏതൊക്കെയാണ്? നിക്കോള കോണ്ടി എവിടെ നിന്നാണ്? നിക്കോളോ കോണ്ടി ഇറ്റലി. ദെൻ അബ്ദുൾ റസാഖ് പേർഷ്യയിൽ നിന്നാണ്. പയസ് പോർച്ചുഗലിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എങ്ങനെ വരും ആൻസർ? ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ അക്ബറുടെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? താൻസൻ, ബീർബൽ, തോഡർമാൻ, അമീർ ഖുസ്രു. ആരാണ്? അമീർ ഖുസ്രു അല്ലേ. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തുള്ള പ്രശസ്ത കവിയായിരുന്നു അമീർ ഖുസ്രു.
മുഗൾ ഭരണകാലത്ത് റവന്യൂ മന്ത്രിയായിരുന്ന രാജാ തോഡർമാൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദഹ്സാല, റയത്വാരി, മഹൽവാരി, ഇക്ത സമ്പ്രദായം. രാജാ തോഡർമാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് ദഹ്സാല സമ്പ്രദായം. കഴിഞ്ഞ 10 വർഷത്തെ വിലയെയും അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കിയ നികുതി വ്യവസ്ഥയാണ് കേട്ടോ ഇത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെ 8 പ്രമുഖ കവികൾ അഷ്ടദിഗജങ്ങൾ എന്നറിയപ്പെട്ടു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധമാണ് 1565 തളിക്കോട്ട യുദ്ധം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2 ശരിയാണ്. 1, 2 ശരിയാണ്. 1565 തളിക്കോട്ട യുദ്ധത്തോടെയാണ് വിജയനഗരത്തിൻ്റെ പ്രതാപം അവസാനിച്ചത്. ശിവജിയുടെ ഭരണ സംവിധാനത്തിലെ മന്ത്രിസഭ ഏതു പേരിൽ അറിയപ്പെടുന്നു? ശിവജിയുടെ ഏതാണ്? അത് അഷ്ടപ്രധാനാണ് കേട്ടോ. ശിവജി. ഓക്കെ, ശിവജിയെ ഭരണത്തെ സഹായിക്കുന്ന 8 മന്ത്രിമാരെ അഷ്ടപ്രധാൻ എന്നാണ് പറയുന്നത്. അഷ്ടപ്രധാൻ. ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം കണ്ടെത്തിയ യൂറോപ്യന്മാരുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? പോർട്ടുഗീസ്, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സ്ഥിര ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ബംഗാളിൽ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. റൈറ്റ്വാരി സമ്പ്രദായത്തിൽ കർഷകരിൽ നിന്നാണ് നേരിട്ട് നികുതി പിരിച്ചിരുന്നത്. ഇത് തോമസ് മൺറോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ഇവിടെ ഗ്രാമം അല്ലെങ്കിൽ മഹൽ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി നിശ്ചയിച്ചു. ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ് അല്ലേ. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വിഷ്വലി അത് ഓർത്തിരിക്കാൻ വേണ്ടി എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതായതുകൊണ്ട് വിഷ്വലി ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക. അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമം ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വഴി ഡൽഹൌസി പ്രഭു ആദ്യമായി കൂട്ടിച്ചേർത്ത രാജ്യം ഏതാണ്? ഝാൻസി, സത്താറ, നാഗ്പൂർ, ഔധ്. ഏതാണ്? സത്താറ അല്ലേ. സത്താറയാണ്. സത്താറ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ നേതാക്കളും തമ്മിൽ തെറ്റായി നൽകിയിരിക്കുന്ന ജോഡി ഏതാണ്? ഓക്കെ, നോക്കി. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, കാൺപൂർ നാനാ സാഹിബ്, ലക്നൗ റാണി ലക്ഷ്മിബായ്, ബീഹാർ കൻവർ സിംഗ്. ഏതാ തെറ്റ്? നമുക്കറിയാം, ലക്നൗ അല്ലേ. ലക്നൗവിൽ ആരാണ്? ബീഗ്രം ഹസ്രത് മഹലായിരുന്നു. റാണി ലക്ഷ്മിബായ് ഝാൻസിയിലായിരുന്നു. 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പടങ്ങിയ തോക്കുകൾ ഉപയോഗിക്കാൻ സൈനികർക്ക് നൽകിയ ഉത്തരവാണ്. വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു. ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ്. 2 ശരിയാണ് അല്ലേ. 1, 2 ശരിയാണ്. പുതിയ എൻഫീൽഡ് റൈഫിളിൽ അതിലുള്ള ആ ഒരു തോട്ടകളുടെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന വാർത്തയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. ഇനി അടുത്തത്, താഴെ പറയുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. മാച്ച് ദ ഫോളോയിങ്. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, 4ാം മൈസൂർ യുദ്ധം, സ്ഥിര ഭൂനികുതി വ്യവസ്ഥ. റൈറ്റ് സൈഡിൽ ഏതൊക്കെയാണ്? 1764, 1757, 1793, 1799. കറക്റ്റ് ചെയ്ത് വരും. പ്ലാസി യുദ്ധം എന്നാണ്? 57 അല്ലേ. പ്ലാസി 57. ബക്സാർ വരുന്നത് 64, B1 വരും. 4ാം മൈസൂർ യുദ്ധം അത് 1799. ടിപ്പു സുൽത്താൻ്റെ മരണം അല്ലേ. സ്ഥിര ഭൂനികുതി വ്യവസ്ഥ 1793. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, പഴശ്ശിരാജയുടെ കലാപങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പ്രത്യേക സൈനിക വിഭാഗം ഏതാണ്? ഏതായിരുന്നു അത്? മലബാർ സ്പെഷ്യൽ പോലീസ് അല്ലേ. മലബാർ സ്പെഷ്യൽ പോലീസാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ വ്യവസായങ്ങൾ തകർന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം ഏതാണ്?
ഡ്രെയിൻ തിയറി അല്ലേ, ഓപ്ഷൻ എ ഡ്രെയിൻ തിയറി. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത് വിവരിച്ചത്. അപ്പോൾ ഡ്രെയിൻ തിയറിക്ക് മുമ്പുള്ളത് നമ്മൾ ഷോർട്ട്സായി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരാണെങ്കിൽ അതും കാണുക. അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്ത രാജ്യങ്ങളുടെ ശരിയായ ക്രമം എഴുതുക. ശരിയായ ക്രമം നോക്കി ഏതാണെന്ന് നോക്കി ആൻസർ പറയട്ടെ. ഓപ്ഷൻ എ ആണ് അല്ലേ, ആദ്യം സത്താറയാണ് എന്ന് നമുക്കറിയാം, അപ്പോൾ തന്നെ ആൻസർ കിട്ടി. ഇൻ കേസ് എല്ലാം ആദ്യം സത്താറയാണെങ്കിൽ രണ്ടാമത് സാമ്പൽപൂർ, പിന്നെ ഝാൻസി, പിന്നെ നാഗ്പൂർ എന്നതാണ് കേട്ടോ. സത്താറ 1848, സാമ്പൽപൂർ 1849, ഝാൻസി 53, നാഗ്പൂർ 54. ബംഗാൾ ഗസറ്റ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ആരംഭിച്ച വ്യക്തി ആരാണ്? ബംഗാൾ ഗസറ്റ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, രാജാ റാം മോഹൻ റോയ്, റോബർട്ട് നൈറ്റ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആരാണ് ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളും അവ സ്ഥാപിച്ച സംഘടനകളും പൊരുത്തപ്പെടുത്തുക. മാച്ച് ദ ഫോളോയിങ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് രാജാ റാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ, സ്വാമി ദയാനന്ദ സരസ്വതി, ആത്മാറാം പാണ്ഡുരംഗ്. റൈറ്റ് സൈഡിൽ സത്യശോധക് സമാജ്, ബ്രഹ്മ സമാജ്, പ്രാർത്ഥനാ സമാജ്, ആര്യ സമാജ്. ഏതൊക്കെയാണ് വരുന്നത്? ബ്രഹ്മ സമാജം രാജാ റാം മോഹൻ റോയ് അല്ലേ. ഇനി സത്യശോധക് സമാജ് ആരുടേതായിരുന്നു? ജ്യോതിറാവ് ഫുലെ. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ആത്മാറാം പാണ്ഡുരംഗിൻ്റെ പ്രാർത്ഥനാ സമാജം. ഓപ്ഷൻ എ ആണ് വരുന്നത്. പണ്ഡിത രമാഭായിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? അവർ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പൂനെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അവർ ബ്രിട്ടീഷ് സർക്കാർ കൈസറി ഹിന്ദ് ബഹുമതി നൽകി ആദരിച്ചു. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകുന്നു. 1885 ഡിസംബറിലാണ് INC രൂപീകൃതമായത്. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. AO ഹ്യൂമാണ് ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രം അല്ലേ. എന്താണ് തെറ്റ്? AO ഹ്യൂം ആയിരുന്നോ? AO ഹ്യൂം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, സെക്രട്ടറി. ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ശരിയായത് ഏത്? മിതവാദികൾ പ്രാർത്ഥന, നിവേദനം, പ്രതിഷേധം എന്നീ ഭരണഘടനാപരമായ മാർഗങ്ങളിൽ വിശ്വസിച്ചു. തീവ്രദേശീയവാദികൾ സ്വരാജ് തങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിക്കുകയും ബഹിഷ്കരണം, സ്വദേശി പ്രസ്ഥാനം എന്നിവയിൽ വിശ്വസിക്കുകയും ചെയ്തു. ഏതുവരും? രണ്ടും ശരിയാണല്ലേ. അതായത് മിതവാദികൾ സമാധാനപരമായ മാർഗങ്ങൾ സ്വീകരിച്ചപ്പോൾ തീവ്രദേശീയവാദികൾ ലാൽ ബാൽ പാൽ അല്ലേ, അവർ ശക്തമായ സമരമുറകളിലാണ് വിശ്വസിച്ചിരുന്നത്. 1878 പ്രാദേശിക ഭാഷാ പത്രങ്ങളെ നിയന്ത്രിക്കാനായി ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട്, ലൈസൻസിങ് ആക്ട്, ആംസ് ആക്ട്. ഏതാണ്? വെർണാക്കുലർ പ്രസ് ആക്ട് ആണ് അല്ലേ. വെർണാക്കുലർ 1878. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1905 കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന പ്രധാന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911 ഹാർഡിഞ്ച് പ്രഭുവാണ്. ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ് അല്ലേ, എല്ലാം ശരിയാണ്. 1905 കേഴ്സൺ പ്രഭുവാണ് വിഭജിച്ചത്. 11 ഹാർഡിഞ്ച് പ്രഭു ആ വിഭജനം റദ്ദാക്കി. ഈ വിഭജനത്തിന് എതിരെ പ്രദേശി പ്രസ്ഥാനമാണ് ഉണ്ടായത്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്താരാണ്. ഓപ്ഷൻ എ ആണ് അല്ലേ, ആനി ബസന്റും ബാലഗംഗാധര തിലകം. 1916 കേട്ടോ. താഴെ പറയുന്ന പത്രങ്ങളും അവയുടെ സ്ഥാപകരും തമ്മിൽ പൊരുത്തപ്പെടുക. മാച്ച് ദ ഫോളോയിങ്. ലെഫ്റ്റ് സൈഡിൽ കേസരി, സംവാദ് കൗമുദി, വോയിസ് ഓഫ് ഇന്ത്യ. റൈറ്റ് സൈഡിൽ ഏതൊക്കെയാണ്? രാജാ റാം മോഹൻ റോയ്, ബാലഗംഗാധര തിലകൻ, ദാദാഭായ് നവറോജി. എങ്ങനെ വരും?
കേസരി പത്രം ആരുടേതാണ്? തിലകൻ്റേതാണ് അല്ലേ. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് ജ്യോതിറാവ് ഫുലെ രചിച്ച പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ്? ജ്യോതിറാവ് ഫുലെയുടെ ഗുലാംഗിരി, ഗീതാരഹസ്യം, സത്യാർത്ഥ പ്രകാശം, ആനന്ദമഠം. ഏതാണ്? ഗുലാംഗിരി അല്ലേ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ രചിച്ച പ്രശസ്തമായ പുസ്തകമാണ് ഗുലാംഗിരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിലെ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം ഏത്? സൂററ്റ് പിളർപ്പ് നടന്ന വർഷം ഏതാണ്? 1905, 1907, 1916, 1919. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ 3 പ്രാദേശിക സമരങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചതാണ് അല്ലേ. 17, 18 നടന്നത്. ഒരെണ്ണം 18 ഫെബ്രുവരിയിലും ഒരെണ്ണം 18 മാർച്ചിലും. ഏതൊക്കെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം, ദെൻ അഹമ്മദാബാദ് മിൽ സമരം, പിന്നെയുള്ളത് ഖേദ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? നീലം കർഷകരെ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു ഈ സമരം. തീൻകതീയ സമ്പ്രദായത്തിനെതിരെയായിരുന്നു സമരം. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ലയാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ് അല്ലേ. 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1919 ഏപ്രിൽ 13 ഈ ദാരുണ സംഭവം നടന്നത്. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ച ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈനുദ്ദീൻ കിച്ലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് ജനങ്ങൾ ഒത്തുകൂടിയത്. ഇതിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ നൈറ്റ്ഹുഡ് ബഹുമതി ഉപേക്ഷിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 34 താഴെ പറയുന്ന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. നോക്കി. ചൗരി ചൗര സംഭവം, ദണ്ഡി യാത്ര, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, നിസ്സഹരണ പ്രസ്ഥാനം. നിസ്സഹരണയാട്ടോ. ഓക്കെ. ഇതൊക്കെയാണ്. ചൗരി ചൗര സംഭവം എന്നാണ് 1922. ദണ്ഡി യാത്ര വരുന്നത് 30. ക്വിറ്റ് ഇന്ത്യ എന്നാണ് വരുന്നത് 42. നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം 1920. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പെട്ടെന്ന് നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം. ചൗരി ചൗര സംഭവം അല്ലേ. കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ തീയിട്ട് 22 പോലീസുകാരൊക്കെ മരിച്ച സംഭവം. അങ്ങനെയാണ് ഗാന്ധിജി ആ സമരം പിൻവലിച്ചത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? 1942 ഓഗസ്റ്റിലാണ് സമരം ആരംഭിച്ചത്. ഈ സമരത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം നൽകിയത്. ക്രിപ്സ് മിഷൻ പരാജയമാണ് ഈ സമരത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. ഇതിൽ ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശരിയായത് ഏതാണ്? എല്ലാം ശരിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫയുടെ പദവി ഇല്ലാതാക്കിയതിനെതിരാണ് ഇതാരംഭിച്ചത്. ഇന്ത്യയിൽ അലി സഹോദരന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനാവുകയും ചെയ്തു. ശരിയായത് ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് എന്നാണ്? ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടല്ലേ. 1931 മാർച്ച് 23 സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തിൻ്റേതാണ്. എല്ലാം ശരിയാണ്. പൂന കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം? ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജിന്നയും, മഹാത്മാഗാന്ധി ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും, ബി.ആർ. അംബേദ്കറും, ഇർവിൻ പ്രഭുവും. പൂന പാക്ട് ആരൊക്കെയാണ്?
മഹാത്മാഗാന്ധിയും ഡോക്ടർ BR അംബേദ്കറും. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ആദ്യകാല വെല്ലുവിളികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത്? വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം, നാട്ടുരാജ്യങ്ങളുടെ കൂട്ടിച്ചേരൽ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്നുള്ള വർഗീയ ലഹളകൾ. ശരിയായത് എല്ലാം ശരിയാണല്ലേ, നമ്മൾ കണ്ടതാണ്. ഇനി നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചതിനാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. താഴെ പറയുന്ന നാട്ടുരാജ്യങ്ങളും അവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത രീതികളും പൊരുത്തപ്പെടുക. ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. സൈനിക നടപടിയായ ഓപ്പറേഷൻ പോളോ, ജനഹിത പരിശോധന, ലയനക്കരാർ. ഏതൊക്കെയാണ്? ജുനഗഡ് ഏതാണ്? ജനഹിത പരിശോധന അല്ലെ. ഹൈദരാബാദാണ് ഓപ്പറേഷൻ പോളോ വഴി. ദെൻ കാശ്മീർ ലയനക്കരാർ, രാജ ഹരിസിംഗ് ഒപ്പിട്ട ലയനക്കരാർ വഴി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി 1953 നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഫസൽ അലി. നമ്മൾ എല്ലാ സൺഡേയും PYQ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളതിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ CEO സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കാണുക കേട്ടോ. ഡിഗ്രി പ്രിലിംസ് എക്സാമൊക്കെ ഉള്ളവർ അതും കാണുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രിത വികസനത്തിനായി 1950 രൂപീകരിച്ച പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു ആയിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ചപ്പോൾ ചൈനയ്ക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരായിരുന്നു? ചൗ എൻ ലായ് ആയിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളുടെ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? ഓക്കെ, ചേരിചേരാ അതിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയേ. ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, വിൻസൺ ചർച്ചിൽ. ആരാണിതിൽ ചേരാത്തത്? ചർച്ചിൽ അല്ലേ. വിൻസ്റ്റൺ ചർച്ചിലാണ് കേട്ടോ, ബ്രിട്ടനായിട്ട്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതാണ്? കൃഷി. ഹറോൾഡ് ഡോമർ മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിരുന്നു കൃഷി. 50ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? പോറ്റി ശ്രീരാമലുവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിനൊടുവിൽ 1953 ഒക്ടോബർ 1 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ഇന്ത്യയിൽ ആദ്യ ഭാഷാ സംസ്ഥാനമായി ഏത് രൂപീകരിച്ചു? ആന്ധ്ര എന്നാണ് കേട്ടോ. ആന്ധ്ര രൂപീകരിച്ചു. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക്